Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19th സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി QT, കോസ്റ്റ് അക്കൗണ്ടിങ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഈ 3 സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി പേപ്പറാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഒരുപാട് വായിക്കാനുള്ളൊരു സബ്ജക്റ്റാണ്. ഈ ഒരു പേപ്പറിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. BCom BBA സ്റ്റുഡൻസിൻ്റെ 2 പ്രോബ്ലം പേപ്പേഴ്സ്, QT, കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ 2 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവുക കേട്ടോ. ഓക്കെ, ദെൻ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് കഴിഞ്ഞാൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ദെൻ എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ളത്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ 3 മൊഡ്യൂള് ബാങ്കിങ്ങും 2 മൊഡ്യൂള് ഇൻഷുറൻസുമാണ് വരുന്നത്. സോ കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇൻഷുറൻസിൻ്റെ ഏരിയ സ്കിപ്പ് ചെയ്താൽ പാസ്സാകാൻ സാധിക്കുമോ? സോ ഇൻഷുറൻസിൻ്റെ ഏരിയ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും പാസ്സല്ല, 60% കൂടുതൽ മേടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ബിക്കോസ് 4 essayയിൽ 2 essay വരുന്നത് ബാങ്കിങ്ങിൽ ആ ഒരു ഏരിയയിൽ നിന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 essay ബാങ്കിങ്ങിൽ നിന്നാണ് ഇടാ. അപ്പോൾ 2 essay കിട്ടാൻ ബാങ്കിങ് മാത്രം പഠിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ദെൻ നമുക്ക് 2 മാർക്സിൻ്റെ 15 ചോദ്യങ്ങളിൽ ഒരു 10 മുതൽ 11 ചോദ്യങ്ങൾ വരെ വരുന്നത് ബാങ്കിങ്ങിൽ നിന്നാണ്. ദെൻ 5 മാർക്കിൻ്റെ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ ഒരു 2 ചോദ്യമൊക്കെയാണ് ഇൻഷുറൻസിൽ നിന്ന് വരാറ്. സോ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് ബാങ്കിങ്ങിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ്, അത് വിട്ട് കളഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ? നോ പ്രോബ്ലം. ബട്ട് നമുക്ക് ഹൈ മാർക്സിലോട്ട് എത്താൻ നമ്മളെല്ലാതും കവർ ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി, ഒന്ന് പാസ്സാകണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് വരാറ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. ഫസ്റ്റ് മൊഡ്യൂള് ബേസിക്സ് ബാങ്കിങ്ങിൻ്റെ, അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സിൻ്റെ 2 essay വരെ അതിൽ നിന്ന് വരാറുണ്ട്. 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണെങ്കിലും ഒരുപാട്, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ആണെങ്കിലും ഒരുപാട്. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളും അതുപോലെ തന്നെ തേർഡ് മൊഡ്യൂളും പഠിച്ചാൽ തന്നെ 60 to 70% മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നൊരു മൊഡ്യൂളാണ് ആദ്യത്തെ മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ പഠിച്ച് കഴിയാണ്ടിരിക്കുന്ന കുട്ടികൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ഓടിപ്പോയി നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ആദ്യത്തെ മൊഡ്യൂളും 3ാമത്തെ മൊഡ്യൂളും പഠിച്ചാൽ തന്നെ പാസ് മാർക്കല്ല അതിനേക്കാൾ കൂടുതൽ കിട്ടും. ഓക്കെ, ചില സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെ പാസ് മാർക്കിനുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഫസ്റ്റ് മൊഡ്യൂൾ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, തേർഡ് മൊഡ്യൂൾ ബാങ്കിങ്, ഫോർത്ത് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ്, ലാസ്റ്റ് മൊഡ്യൂൾ ലൈഫ് ഇൻഷുറൻസ് കൺസെപ്റ്റ്. ഇതാണ് 5 മൊഡ്യൂൾ വരുന്നത്. സോ ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ്. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു 2 essay ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. ദെൻ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഒരു 5 or 6 വരെ വരാറുണ്ട്. 5 മാർക്കിൻ്റെ മിനിമം 2 ചോദ്യം വരാറുണ്ട്. ഇനി ഈ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള പല ടീമുകൾ തന്നെയാണ് വരും മൊഡ്യൂളിൽ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ നമ്പർ 3 ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് മറ്റ് മൊഡ്യൂളിലേക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിൽ ആദ്യം ബാങ്ക് എന്താണെന്ന് കാണാൻ സാധിക്കും. 2 മാർക്കിൻ്റെ വരാറുണ്ട്, നോക്കി വയ്ക്കാം. അതിനുശേഷം അതിൻ്റെ ഫീച്ചേഴ്സ്, ബാങ്കിൻ്റെ ഫീച്ചേഴ്സ് 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പരിഗണിക്കാം. ദെൻ അതിനുശേഷം ടൈപ്സ് ഓഫ് ബാങ്ക് ഉണ്ട്. ടൈപ്സ് ഓഫ് ബാങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോറിൻ ബാങ്ക് എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്,
അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ബാങ്ക് ഉണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ഫോറിൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, ഇതൊക്കെയാണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പരിഗണിക്കാം. ദാറ്റ്സ് ഓൾ. ഇനി നെക്സ്റ്റ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ എക്സിം ബാങ്കിനെ പറ്റിയിട്ട് കാണാൻ സാധിക്കും. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ എക്സിം ബാങ്കിൻ്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ്, കസ്റ്റമർ ഓഫ് എ ബാങ്ക്. ആരാണ് കസ്റ്റമർ? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ഇനി സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്എക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ആണ്. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എസ്എക്ക് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ആണ്. സോ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന നെക്സ്റ്റ് എഗെയിൻ എസ് എ ക്വസ്റ്റ്യൻ ആണ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എസ് എക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ഫങ്ഷൻസിലെ ഇന്നോവേറ്റീവ് ഫങ്ഷൻസിൽ നിന്ന് 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. അതിലെ പ്രൈമറി, സെക്കൻഡറി, ഇന്നോവേറ്റീവ് 3 ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. സോ അതിൽ പ്രൈമറി ഫങ്ഷനിൽ തന്നെ ഓവർ ഡ്രാഫ്റ്റ് എന്താണ്, ടൈം ലോൺ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ വരാറുണ്ട്, നോക്കി വെക്കണം. പിന്നെ ക്രെഡിറ്റ് ക്രിയേഷൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ 2 മാർക്കിൻ്റെയിലും വരും. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അതിൽ ഇന്നോവേറ്റീവ് ഫങ്ഷൻസിൽ ഡെബിറ്റ് കാർഡ് എന്താണ്, ക്രെഡിറ്റ് കാർഡ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. ടെലി ബാങ്കിങ് 2 മാർക്സ് ചോദ്യം, ഇൻ്റർനെറ്റ് ബാങ്കിങ് 2 മാർക്സ് ചോദ്യം, ബാങ്ക് അഷുറൻസ് 2 മാർക്സ് ചോദ്യം, മൊബൈൽ ബാങ്കിങ് 2 മാർക്സ് ചോദ്യം, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് ECS ഒരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ECS നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ നെഫ്റ്റ് എന്താണ്, 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആണ്. RTGS എന്താണ്, 2 മാർക്കിൻ്റെ റിപ്പീറ്റ്. നെഫ്റ്റും RTGSും തമ്മിലുള്ള ഡിഫറൻസ് എഗെയിൻ 2 മാർക്സ് ചോദ്യം. സ്വിഫ്റ്റ് എന്താണ്, 2 മാർക്ക് ചോദ്യം. എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ഫങ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള പല ടൈമുകളും നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എക്കും 2 മാർക്സിനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടൈമുകളൊക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്രെഡിറ്റ് ക്രിയേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ആദ്യം പറഞ്ഞു ഓവർ ഡ്രാഫ്റ്റ്, പിന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് എസ്എക്ക് വന്നിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. എസ്എക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ഒരു ടോപ്പിക്കാണ്. അതിൽ യൂണിറ്റ് ബാങ്കിങ് എന്താണ് എന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, നോക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എഗെയിൻ എസ്എ ക്വസ്റ്റ്യൻ, RBIയുടെ ഫങ്ഷൻസ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. എസ്എക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ളിലുള്ള പല ടേമുകളും 2 മാർക്കിൻ്റെയിലും വരാറുണ്ട്. എസ്പെഷ്യലി ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാർക്കിൻ്റെ ചോദ്യം. ദെൻ ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. മോറൽ സ്വേഷൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ബാങ്ക് റേറ്റ് പോളിസി, ബാങ്ക് റേറ്റ് എന്താണ്, ബാങ്ക് റേറ്റ് പോളിസി. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇതൊക്കെ 2 മാർക്കാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണ്, 2 മാർക്ക് ചോദ്യം. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ദെൻ ക്യാഷ് റിസർവ് റേഷ്യോ, ഇതൊക്കെ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മോറൽ സ്വേഷൻ. അപ്പം അങ്ങനെ RBIയുടെ ഫങ്ഷൻസ് അഗെയിൻ എസ്എ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും 2 മാർക്കിൻ്റെ ചോദ്യത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്, അതിൽ ബാങ്കിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് 2 മാർക്സിൻ്റെ വരാറുണ്ട്. അതുപോലെ തന്നെ 5 മാർക്കിനും നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഈ പറയുന്ന ടെലി ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡിമാറ്റ് ബാങ്കിങ് 2 മാർക്കിൻ്റെ വന്നിട്ടുള്ളതാണ് കഴിഞ്ഞതിൻ്റെ 3 പ്രാവശ്യം. ഡിമാറ്റ് ബാങ്കിങ്, അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ച ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോ ഫ്രിൽസ് അക്കൗണ്ട് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ഓഫ് ഷോർ ബാങ്കിങ് 2 മാർക്ക് ചോദ്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കിയ essay ക്വസ്റ്റ്യൻസിൻ്റെ എത്ര ഓപ്ഷൻസാണ് എടുക്കണം എന്നുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, പിന്നെ റോൾ ഓഫ് ബാങ്ക്സ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് essay ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല 2 മാർക്കിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു, അതും പ്രതീക്ഷിക്കാം. 5 മാർക്കിൻ്റെ എക്സിം ബാങ്ക്, കോർ ബാങ്കിങ്, അതൊക്കെ 5 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ കവർ ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്സ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഞാൻ ഈ പറഞ്ഞ ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ലാസ്റ്റ് 4 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ എല്ലാതും കാണാൻ സാധിക്കും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. 2 മാർക്സ് ആൻഡ് 5 മാർക്സ് ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം കണ്ടുവന്നിട്ടുള്ളതാണ്. ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ദെൻ അതിനുശേഷം നമുക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് കൈൻഡ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിലെ പ്രോമിസറി നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോമിസറി നോട്ട് എന്താണ്? 2 മാർക്ക് ചോദ്യം. പാർട്ടീസ് ടു എ പ്രോമിസറി നോട്ട് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്? അതിൽ പലതരത്തിലുള്ള ബില്ലുകൾ ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിൽ ട്രേഡ് ബിൽ എന്താണ്? 2 മാർക്കിൻ്റെ വന്നിട്ടുണ്ട്. അക്കോമഡേഷൻ ഓഫ് ബിൽ എന്താണ്? 2 മാർക്കിൻ്റെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ഇതിൽ ചെക്കിനെ പറ്റിയുള്ള ചോദ്യം 2 and 5 മാർക്സ് ചോദ്യമായിട്ട് റിപ്പീറ്റ് ആണ്. ചെക്ക് എന്താണ്? എസെൻഷ്യൽസ് ഓഫ് എ ചെക്ക്, ഇത് രണ്ടും നോക്കിയിരിക്കണം. ദെൻ അതിനുശേഷം നമുക്ക് ചെക്കും ഡിയും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്, അതിൻ്റെ രണ്ടെണ്ണത്തിന് മീനിങ് നോക്കിയിരിക്കണം. ബാങ്കർ കസ്റ്റമർ ആരാണ് എന്നുള്ളത് 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. ദെൻ 5 മാർക്സിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ് വെൻ ബാങ്കർ മേ റെഫ്യൂസ് വെൻ എ ബാങ്കർ മസ്റ്റ് റെഫ്യൂസ് പേയ്മെൻറ്റ്. 5 മാർക്സിൻ്റെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, വെൻ ബാങ്കർ മസ്റ്റ് റെഫ്യൂസ് പേയ്മെൻറ്റ്. 5 മാർക്കിൻ്റെ വന്നിട്ടുള്ളതാണ്. എപ്പോഴാണ് ബാങ്കർ പേയ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യുക? 5 മാർക്സിൻ്റെ വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. ദെൻ നെക്സ്റ്റ് 2 മാർക്സ് ചോദ്യം പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്താണ്? 2 മാർക്കല്ല 5 മാർക്കിൻ്റെ വന്നിട്ടുള്ളതാണ്. പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ 5 മാർക്സ് ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെയിൽ ചെക്ക് എന്താണ്? ഔട്ട്ഡേറ്റഡ് ചെക്ക് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ ക്രോസിംഗ് ഓഫ് ചെക്ക് എന്താണ്? ജനറൽ ക്രോസിംഗ് എന്താണ്? ഇതൊക്കെ 2 മാർക്ക് ചോദ്യമാണ്. ക്രോസിങ്ങിൻ്റെ പലതരത്തിലുള്ള ഉണ്ട്, അതിൽ ഏതെങ്കിലും 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്താണ്? 2 മാർക്ക് ചോദ്യം. അപ്പോൾ ഇതൊക്കെ 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കാം. അതല്ലാണ്ട് കുറേ കാണാൻ സാധിക്കുന്നുണ്ട്, അതൊന്നും എക്സാമിന് കണ്ടുവന്നിട്ടില്ല. നെക്സ്റ്റ് എൻഡോഴ്സ്മെൻറ്റ് എന്താണ്? 2 മാർക്സ് ചോദ്യം. ക്ലാസിഫിക്കേഷൻ ഓഫ് എൻഡോഴ്സ്മെൻറ്റ് 5 മാർക്സ് ചോദ്യം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതൊക്കെ 2 മാർക്ക് ആൻഡ് 5 മാർക്സ് ചോദ്യങ്ങളിലാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. അതല്ലാണ്ട് വരുന്നത് വളരെ കുറവാണ്. ഡിസോണർ ഓഫ് ചെക്ക് എന്താണ്? ഡിസോണർ എന്താണ്? ഡിസോണർ ഓഫ് ചെക്ക് എന്താണ്? എഗെയിൻ 2 മാർക്സ് ചോദ്യം. ഹണ്ടീസ് എന്താണ്? 2 മാർക്സ് ചോദ്യം. ഹണ്ടീസ് 2 മാർക്കിൻ്റെ വന്നിട്ടുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സ് അതിൽ സ്വിഫ്റ്റ് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ റിക്വയർമെൻറ്റ്സ് ഫോർ ഇ പേയ്മെൻറ്റ്സ് നോക്കാം, 5 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇ പേയ്മെൻറ്റ്സിൽ ഉള്ള കാര്യങ്ങളാണ്, അത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ECS, ദെൻ P2P പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ചോദ്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. 2 മാർക്സ് ആൻഡ് 5 മാർക്സ് ചോദ്യങ്ങളാണ്. എസ്പെഷ്യലി ചെക്ക്, ക്രോസിങ്, ദെൻ എൻഡോഴ്സ്മെൻറ്റ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, അതൊക്കെ നോക്കിയിരിക്കണം. വെൻ ബാങ്കർ മസ്റ്റ് റെഫ്യൂസ് പേയ്മെൻറ്റ് വന്നിട്ടുള്ളതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്താണ്? ചെക്കും ഡിമാൻഡ് ഡ്രാഫ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 and 5 മാർക്സ് ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3, ഇ ബാങ്കിങ്. ഇതിൽ നമ്മൾ മൊഡ്യൂൾ നമ്പർ 1 പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞുള്ള ഒറ്റ ഏരിയ, അത് മാത്രമാണ് പിന്നെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഏരിയാസിൽ നിന്നും ഏതെങ്കിലും ഒരു essay ചോദ്യവും പിന്നെ 2 and 5 മാർക്സ് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം.
അപ്പോൾ ഇതിൽ ഓൺലൈൻ ബാങ്കിങ് എന്താണ്, ഇൻ്റർനെറ്റ് ട്രഡീഷണൽ ബാങ്കിങ്ങും മോഡേൺ ബാങ്കിങ്ങും നമ്മളുടെ ഡിഫറൻസ് 5 മാർക്കിനിൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഈ ബാങ്കിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയിരിക്കണം. 5 മാർക്കിനിൽ പ്രതീക്ഷിക്കാം. ഞാൻ ട്രഡീഷണലും ഈ ഓൺലൈനും നമ്മളുടെ ഡിഫറൻസ് വരാറുള്ളതാണ്. പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതൊക്കെ ഇതിൽ വീണ്ടും വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ മൊഡ്യൂൾ നമ്പർ 1 പഠിച്ച പല കാര്യങ്ങളും ഇതിൽ വീണ്ടും വരാണ്. ടെലി ബാങ്കിങ് വീണ്ടും വരുന്നുണ്ട്. ഇ ചെക്ക്, ദെൻ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, ECS 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത് പഠിച്ചതാണ്. അതന്നെ ഇവിടെ വീണ്ടും കാണാൻ സാധിക്കും. ദെൻ കോർ ബാങ്കിങ് എന്താണ്, ദെൻ RTGS, നെഫ്റ്റ്, ഇതൊക്കെ വീണ്ടും ഇതിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ 2 മാർക്കിനിലേ വരാറുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പഠിച്ചാൽ മതി. വെർച്വൽ ബാങ്കിങ് എന്താണ്, കോർ ബാങ്കിങ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കോർ ബാങ്കിങ് SAക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ നോക്കിയിരിക്കണം. കോർ ബാങ്കിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഇതിൽ ഈ ചാപ്റ്ററിൽ നിന്ന് SAക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഇതിൽ SAക്ക് വന്നിട്ടുള്ളതും 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ളത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ്, 2 മാർക്സ് ചോദ്യം. ദെൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്കീംസ് ഇൻ ഇന്ത്യ SAക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടോപ്പിക്സ് ആണ് ഇതിൽ നിന്ന് SAക്ക് വന്നിട്ടുള്ളത്, കോർ ബാങ്കിങ്ങും ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും. പിന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യവും. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള ഇ ബാങ്കിങ്, ട്രഡീഷണലും എന്താ പറയുക മോഡേൺ ബാങ്കിങ്, നമ്മുടെ ഡിഫറൻസ്, കാർഡ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ECS, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇവിടെ കാണും. RTGS, നെഫ്റ്റ്, സ്വിഫ്റ്റ്, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചാൽ അതിൽ നിന്നൊക്കെ കിട്ടി. അഡീഷണൽ ആയിട്ടുള്ളത് ഈ പറഞ്ഞ കോർ ബാങ്കിങ്ങിൻ്റെ കുറച്ച് ലെങ്തി ഏരിയയും ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും മാത്രമാണ്. സോ ഫസ്റ്റ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മോർ ദാൻ 60% അവിടെ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇൻഷുറൻസിൻ്റെ ഏരിയയിലോട്ടാണ് പോകേണ്ടത്. 2 മൊഡ്യൂളാണ് ഇൻഷുറൻസ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഇൻഷുറൻസ്, ബേസിക്സ്, ലൈഫ് ഇൻഷുറൻസ്. ഈ 2 മൊഡ്യൂളിൽ നിന്നും ബേസിക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. ഇൻഷുറൻസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ്, ടൈപ്സ്, ബേസിക് പ്രിൻസിപ്പിൾസ്, ഇത് തന്നെ ലൈഫ് ഇൻഷുറൻസിലും. ഈ 2 ടോപ്പിക്കുകൾ തന്നെയാണ് 5 മാർക്ക് അതുപോലെ തന്നെ 2 മാർക്ക് SAക്ക് മാറി മാറി ഇടാറ്. ഇതല്ലാണ്ട് വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല, ഒരുപാടുണ്ടെങ്കിലും. ഓക്കെ. ഇതന്നെ ഇൻഷുറൻസിനെ പറ്റിയുള്ള കാര്യം തന്നെ ലൈഫ് ഇൻഷുറൻസ് ആണ് ചോദിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, അതുപോലെ തന്നെ ടൈപ്സ്, ബേസിക് പ്രിൻസിപ്പിൾസ്. സോ ഇൻഷുറൻസ് എന്താണ്, പിന്നെ 2 മാർക്കിന് ഇൻഷുറൻസ് എന്താണെന്ന് ചോദിക്കും. പിന്നെ ടേംസ് പലതുണ്ട്. ഇൻഷുവേർഡ് ആരാണ്, ഇൻഷൂറർ, ബെനഫിഷ്യറി, പിന്നെ പിന്നെ ഇൻഡെംനിറ്റി എന്താണ്, റീഇൻഷുറൻസ് എന്താണ്, ഡബിൾ ഇൻഷുറൻസ് എന്താണ്, നോ ക്ലെയിം ബോണസ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് 5 മാർക്സ് ചോദ്യം. അതിനുശേഷം നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇതൊക്കെ നോക്കി വയ്ക്കുക. ഞാൻ പറഞ്ഞു ഒരു 4 ടോപ്പിക്കാണ് മാറ്റി ഇടാറ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, ഇത് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ 2 മാർക്കിൻ്റെയും വരാറുണ്ട്. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി, സബ്രോഗേഷൻ, ഇതൊക്കെ 2 മാർക്കിൻ്റെ വരാറുണ്ട്. പിന്നെ പ്രോക്സിമേറ്റ് കോസ പ്രോക്സിമ 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. കോസ പ്രോക്സിമ. ദെൻ കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസിൽ ലൈഫ്, ജനറൽ, സോഷ്യൽ ഇൻഷുറൻസ് ഒക്കെ 2 മാർക്കിൻ്റെ വരാറുള്ളതാണ്. നിർബന്ധമായി നോക്കിയിരിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറയാൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇതൊക്കെയാണ്. ടേം ഇൻഷുറൻസ് പോളിസി എന്താണ്, ദെൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് 4 ഇൻഷുറൻസ് കമ്പനീസ് ഇൻ ഇന്ത്യ, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ. സോഷ്യൽ ഇൻഷുറൻസ്, ദെൻ ഇൻഷുറൻസ്, ദെൻ റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ്. പിന്നെ 5 മാർക്കിൻ്റെ വരാണെങ്കിൽ അത് അടുത്ത ചാപ്റ്ററാണ് കേട്ടോ. ഈ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ്, പ്രിൻസിപ്പിൾസ്, ടൈപ്സ്, ഇതൊക്കെ നമുക്ക് 5 മാർക്കിൻ്റെ വരാറുള്ളതാണ്. അത് ഫസ്റ്റ് മൊഡ്യൂളത്തെയും സെക്കൻഡ് മൊഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4th മൊഡ്യൂളത്തെയും 5th മാറി മാറി വരാറുണ്ട്. ഇനി നമുക്ക് 5th മൊഡ്യൂളിലോട്ട് പോവുകയാണെങ്കിൽ ലൈഫിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്നെ ചോദിക്കാറുള്ളൂ. ലൈഫ് ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, പിന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്, നോക്കി വയ്ക്കണം. ടൈപ്സ് ഉണ്ട്, ഫങ്ഷൻസ്, ഇത് മാറി മാറി വരാറുള്ളതാണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറഞ്ഞുതരാം 5 മാർക്കിൻ്റെ. ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്,
പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, പിന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസി, അതന്നെ ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ഇത്ര കാര്യങ്ങളാണ് മാറി മാറി 5 മാർക്കിൻ്റെ വരാറ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇൻഷുറൻസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ്, ഇത് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 മൊഡ്യൂളിൽ നിന്നും ബേസിക് ടോപ്പിക്കുകളാണ്. എന്തൊക്കെയാ? ഇൻഷുറൻസ്, അതിൻ്റെ കുറച്ച് ടീമുകൾ, റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ പ്രോക്സ, കോസ പ്രോക്സിമ, നോ ക്ലെയിം ബോണസ്, അതൊക്കെ. പിന്നെ ഈ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസിൻ്റെ ആണെങ്കിലും ഒരേ കാര്യങ്ങളാണ്. ഫങ്ഷൻസ്, ടൈപ്സ്, ബേസിക് പ്രിൻസിപ്പിൾസ്, ഫീച്ചേഴ്സ്, ഇത്ര കാര്യങ്ങൾ 5 മാർക്കിൻ്റെയിലും എസ്സേക്കും മാറി മാറിയിടും. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പലതും റിപ്പീറ്റാണ്. അതിനുശേഷം 5th മൊഡ്യൂളിലെ ലാസ്റ്റ് ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാണാൻ സാധിക്കും. അതിൽ നിന്നൊന്നും എക്സാമിന് ചോദ്യങ്ങൾ വരാറില്ല. ഒരൊറ്റ ചോദ്യം മാത്രമാണ് എസ്സേക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത്. ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് IRDA. എസ്സേക്ക് അല്ല, 5 മാർക്കിൻ്റെ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് IRDA അത് വന്നിട്ടുണ്ട്. അതല്ലാത്ത കാര്യങ്ങളൊന്നും പിന്നെ ലൈഫ് ഇൻഷുറൻസിൻ്റെ ചാപ്റ്ററിൽ നിന്ന് അവർ ഇട്ട് കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയാൽ തന്നെ നോ പ്രോബ്ലം. ഇൻഷുറൻസിൻ്റെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബേസിക്സ്. എന്താ ബേസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഷുറൻസ്? അതിൻ്റെ ടീമുകളൊക്കെ നോക്കാൻ ഞാൻ പറഞ്ഞത്. പിന്നെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, ടൈപ്സ്, പ്രിൻസിപ്പിൾസ്, ഇത് തന്നെ ലൈഫ് ഇൻഷുറൻസിലും പ്രിൻസിപ്പിൾസ്, ഫങ്ഷൻസ്, ഫീച്ചേഴ്സ്, ടൈപ്സ്. ഓക്കെ, ഇത്ര കവർ ചെയ്ത. പിന്നെ ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് IRDA. സോ ദാറ്റ്സ് അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹൈ മാർക്സിലോട്ട് എത്തണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് മൊഡ്യൂളും 3rd മൊഡ്യൂളും പഠിച്ചാൽ തന്നെ പാസ്സാകാൻ സാധിക്കും. ദെൻ നിങ്ങൾക്ക് 80% ആണ് വേണ്ടതെങ്കിൽ മൊഡ്യൂൾ നമ്പർ 3ഉം 4ഉം കൂടിയും പോയാൽ 80 to 90 അതിനായിട്ട് എബോവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് ബാലൻസ് സബ്ജക്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ പേപ്പറാണ് നമുക്ക് ചെയ്യാനുള്ള. ദെൻ അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ദെൻ പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് QT ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലൈ കിട്ടുന്നതാണ്. അതിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.